2022 പത്തനംതിട്ട പെരുന്നാട് സ്വദേശിനി അഭിരാമി എന്ന 12-കാരി തെരുവുനായയുടെ കടിയേറ്റ് മരിച്ചത്. ഇപ്പോൾ അഭിരാമിയുടെ അമ്മ രജനിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇപ്പോൾ മനേക ഗാന്ധിയുടെ ഒരു പ്രസ്താവന റിപ്പോർട്ടർ ടിവിയോട് വന്നിരിക്കുകയാണ്. കേരളം കൊല്ലുന്ന ഇടമാണ് എന്ന്. കേരളം കൊല്ലുന്ന ഇടമാണെന്ന് പറഞ്ഞാൽ അത് അവർക്ക് അതൊരു മിനിസ്റ്ററായിട്ടിരുന്നപ്പോഴാണ് ഈ ഒരു ഉത്തരവുണ്ടായത്. പക്ഷേ അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ, അതായത് നഷ്ടപ്പെട്ടവർക്ക് മാത്രമേ ഇതിൻ്റെ വേദന അറിയത്തുള്ളൂ. പക്ഷേ ഞങ്ങളെപ്പോലുള്ള ഓരോരുത്തർ, അമ്മമാർക്ക്, കുഞ്ഞുങ്ങളെ, പ്രായമുള്ളവർ, അങ്ങനെയുള്ളവർക്കെല്ലാം നഷ്ടപ്പെട്ടവർക്ക് അതായത് ഈ വൈറസ് ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വൈറസിന് യാതൊരു മരുന്നില്ല. വാക്സിൻ എടുത്താലും വാക്സിൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ ആക്രമണകാരികളാകത്തില്ലെന്നേ ഉള്ളൂ. പക്ഷെ അവർ ഒരു സൈലൻസ് ആയിട്ടുള്ളൊരു മരണമാണ് അവർക്ക് വരുന്നത്. പിന്നെ പക്ഷേങ്കിൽ അത് ഉണ്ടായവർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ. ഈ മേനകാ ഗാന്ധി ആണ് ഈ ഒരു നിയമം ഉണ്ടാക്കിയത്, പട്ടികളെ കൊല്ലരുതെന്നുള്ളത്. മറ്റുള്ള എല്ലാ മൃഗങ്ങളെയും കൊല്ലാമല്ലോ, പേ പിടിച്ച പട്ടികളെ ഒന്നും കൊല്ലരുത്. എൻ്റെ കുഞ്ഞ് മരിച്ചപ്പോൾ പോലും പറഞ്ഞതാ, എൻ്റെ കുഞ്ഞ് മരിച്ചപ്പോൾ ഇവിടെ നിന്നവരോടെല്ലാം ചോദിക്കുന്നത് കേട്ടതാ, ആ പട്ടിയെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ അതിനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കാണും. എന്താണെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ സാഹചര്യം അന്നത്തെ അതായിരുന്നു. പക്ഷേങ്കിൽ ഇത് വളരെ വളരെ ഞങ്ങൾക്ക് വേദനയുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളോടൊപ്പം ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ ഇങ്ങനെയുള്ളവർ നമ്മളോടൊപ്പം നിന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് എവിടെ നിന്ന് നീതി ലഭിക്കും? ഇപ്പം അവർ പറയുന്ന കേരളം കൊല്ലുന്നതിനോടാണ് ഇഷ്ടപ്പെടുന്നതെന്നാണ് ഇപ്പം മിനിസ്റ്ററുടെ പറയുന്നത്, മേനകാഗാന്ധി മേഡം പറയുന്നത്. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് കൊല്ലുന്നതിനോട് ആർക്കും താല്പര്യം? കാരണം കഴിഞ്ഞ ദിവസം ഒരു 3 വയസ്സുള്ള കുഞ്ഞിനെയാണ് പട്ടി കടിച്ചത്. ഇത് കേരളത്തിന്റെ അവസാനത്തിനാണ് എന്നാണ് മേനകാഗാന്ധി പറയുന്നത്. കേരളത്തിന്റെ അവസാനത്തിനാണെന്നാണ് മേനകാഗാന്ധി പറയുന്നത്. കേരളത്തിന്റെ അവസാനത്തിനല്ല, കേരളത്തിന്റെ എന്ത് രോഗത്തിനും അസുഖത്തിനും വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിന്റെ കാരണമായത് എന്താണോ അതിനെ നശിപ്പിക്കുക എന്നുള്ളത് ഏത് രാജ്യത്താണെങ്കിലും അത് ആ ഒരു നിയമം ബാധകം. പക്ഷേ കേരളത്തിൽ മാത്രം പട്ടി കടിച്ചു കഴിഞ്ഞാൽ പട്ടിയെ ഒന്നും ചെയ്യാൻ പാടില്ല. മനുഷ്യജീവന് യാതൊരു വിലയുമില്ല. മനുഷ്യന്റെ ഒരു കാര്യങ്ങൾക്ക് അത് കുഞ്ഞുങ്ങളായാലും പ്രായമുള്ളവരായാലും അവരുടെ ആരുടെയും ജീവൻ ഒരു വിലയില്ലാത്ത രീതിയിലുള്ളൊരു സംസാരമാണല്ലോ ഇപ്പം നമുക്ക് കിട്ടിയേക്കുന്നത്. ഇപ്പോൾ മനഗാന്ധി പറയുന്നത് തെരുവുനായ വിഷയത്തിൽ സുപ്രീം കോടതി തോൽവി സമ്മതിച്ചു, അങ്ങനെയും കൂടെ അവർ പറയുന്നു. പക്ഷേ നമ്മുടെ പോരാട്ടത്തിന്റെ ഫലം കൊണ്ടാണ് ഇത്രയും എന്നെ പോലല്ലേ കുറേ സംഘടനകളുടെ എല്ലാവരുടെയും. കാരണം എന്ന് പറഞ്ഞാൽ മനുഷ്യജീവൻ അത്രയ്ക്ക് വിലയുണ്ട്. ഇതൊരു അർഹതപ്പെട്ട അല്ലെങ്കിൽ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാകരുതാത്തതാണ്. അവർ പറയുന്നത് മനുഷ്യനും മൃഗങ്ങൾക്കും ഒരുമിച്ച് എങ്ങനെ ജീവിക്കാമെന്ന് പഠിപ്പിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മനേക ഗാന്ധി പറയുന്നത്. അതിപ്പോൾ പറ്റുന്ന കാര്യമൊന്നുമല്ലല്ലോ. മനുഷ്യൻ മൃഗങ്ങളും കൂടെ ഒന്നിച്ച് ജീവിക്കണം. അതും പ്രത്യേകിച്ച് ഇതുപോലെ ആക്രമണകാരികളായ പട്ടികളെ കൊണ്ട് ഒരിക്കലും മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന കാര്യമല്ല. അങ്ങനെ ആക്രമണകാരികളായിട്ടുള്ളവരെ അവരെ കൊല്ലുക തന്നെ വേണം. പിന്നെ അതിനെ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കാരണം ഒരാളെ കടിച്ചു, അത് നമ്മൾ പഠിച്ചിട്ടുമുണ്ട് പോലും, ഡോക്ടർമാരുടെ കയ്യിൽ നിന്ന് നമ്മൾ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞതില്ല, അതിൻ്റെ ആ വായിൽ നിന്ന് വീഴുന്ന അതിലെല്ലാം വൈറസാണ്. ആ വൈറസ് നമ്മുടെ മുറിവിൽ കൂടെ, അല്ലെ ഇപ്പോൾ കണ്ണിൻ്റെ അവിടെ മേടിക്കണമെന്നൊന്നുമില്ല, കല്ലല്ലോ കയ്യല്ലോ മുറിവുണ്ടായാലും മതി. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിൽ കൂടെ അത് പടർന്നു കയറി തലച്ചോറിനെ ബാധിച്ച് ആ ആൾ പോവും. അതിന് യാതൊരു ഇതുമില്ല. തെരുവുനായ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ രജനി കക്ഷി ചേർന്നിരുന്നു. ഇപ്പോൾ മനേക ഗാന്ധിയുടെ പ്രസ്താവനയെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് രജനി. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.